തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഡോക്ടർ കെ ജയകുമാറിനെ നിയമിച്ചുള്ള ഉത്തരവ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. ഉത്തരവ് പുറത്തിറങ്ങിയാൽ എത്രയും വേഗം ചുമതല ഏറ്റെടുക്കുമെന്ന് ജയകുമാർ പറഞ്ഞു. ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം മന്ത്രിയെ സംസാരിച്ചിരുന്നു ഇന്നലെ. അത് ഞാൻ തൃശ്ശൂർ വെച്ച് കണ്ടിരുന്നു. അങ്ങനെയാണൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണമുള്ളത്. പിന്നെ തിങ്കളാഴ്ച മറ്റേ ഓർഡർ ഇറങ്ങുമായിരിക്കും. ഇന്ന് അവധിയാണല്ലോ. അപ്പോൾ വല്ലാത്തൊരു സമയത്താണ് ഇപ്പോൾ ഈ നിയോഗം വന്നിരിക്കുന്നത്. വല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീസണിങ് അടുത്തല്ലോ, 17-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ സർക്കാരും CPM മുന്നണിയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ഈ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രധാനമായും പരിഗണിച്ച് ചർച്ച ചെയ്യപ്പെട്ട പേരുകളെക്കുറിച്ച് നമ്മൾ നേരത്തെ ചില സൂചനകളൊക്കെ പുറത്തു വന്നതായിരുന്നു. A. സമ്പത്ത്, TK ദേവകുമാർ ഉൾപ്പെടെയുള്ള പേരുകൾ ചർച്ചയായി. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് CPM അക്കാര്യത്തിൽ കാണുന്നത്, CPM പറയുന്നത്, നേരിട്ടൊരു പാർട്ടി അംഗം അതല്ലെങ്കിൽ ഒരു പാർട്ടി അനുഭാവി അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടയാൾ ഇനിയും ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് ഈ സാഹചര്യത്തിൽ വരുന്നത് അത് പാർട്ടിക്ക് വലിയ തരത്തിൽ പ്രശ്നമുണ്ടാക്കും. മാത്രവുമല്ല, അങ്ങനെ ഒരാളെ കൊണ്ടുവരുമ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പത്മകുമാർ, അതിനൊക്കെ അപ്പുറത്തേക്ക് പുതിയ അതായത് നിലവിലെ ഭരണസമിതിയായിട്ടുള്ള PS പ്രശാന്ത് അടക്കമുള്ള ആളുകൾക്കെതിരെ ഹൈക്കോടതിയിൽ നിന്ന് വന്ന രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി ഉത്തരവിൽ നമ്മൾ കണ്ടതാണ് ദേവസ്വം ഭാരവാഹികൾക്കെതിരെയുള്ള ഒരു വിമർശനം. ആ സാഹചര്യത്തിലാണ് സർക്കാർ കെ ജയകുമാർ എന്ന് പറയപ്പെടുന്ന പേരിലേക്ക് വരുന്നത്.